ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിശ്ചയമായി നമ്മൾ പറയേണ്ടത് BJPയുടെ വളർച്ചയെക്കുറിച്ചാണ്. 2021 നേമത്ത് പൂട്ടിപ്പോയ അക്കൗണ്ട് 3 ഇരട്ടിയായി തുറന്നതിന്റെ ആഹ്ലാദത്തിലാണ് BJP സംസ്ഥാന ഘടകം. തലസ്ഥാന ജില്ലയിലെ നേമവും കഴക്കൂട്ടവും NDA പിടിച്ചെടുത്തു. എക്സിറ്റ് പോളുകൾ വലിയ സൂചനകൾ പ്രവചിക്കാതിരുന്ന കൊല്ലത്തെ ചാത്തന്നൂരിലും താമര വിരിഞ്ഞു. വോട്ട് വിഹിത കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ വിലയിരുത്തലുകളെ അടിസ്ഥാനത്താക്കിയാണ് ഈ മുന്നേറ്റം എന്നത് കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിൽ NDA നടപ്പാക്കി. വോട്ടെണ്ണലിന്റെ പഴയ പതിവുകളായിരുന്നില്ല ഇത്തവണ. വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ 1ഉം 2ഉമല്ല, സംസ്ഥാനത്തെ 5ലധികം നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് ലീഡ് ഉയർന്നും താണും ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തി നിന്നു. കാസർഗോഡ്, കോഴിക്കോട് നോർത്ത്, മഞ്ചേശ്വരം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലെല്ലാം NDAയോട് ഏറ്റുമുട്ടി എതിരാളികൾ നന്നേ വിയർത്തു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 2016 കേരള നിയമസഭയിലേക്ക് BJP ജയിച്ചു കയറുന്നത്. നിയമമണ്ഡലത്തിൽ നിന്ന് മുതിർന്ന നേതാവ് O രാജഗോപാൽ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിനോട് പരാജയപ്പെട്ട V ശിവൻകുട്ടി തന്നെ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് ആ അക്കൗണ്ട് പൂട്ടി. അതേ V ശിവൻകുട്ടിയെ തോൽപ്പിച്ചാണ് ഇക്കുറി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4978 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത്. നേമത്തിന് ജനങ്ങളും ചാത്തന്നൂരിന് ജനങ്ങളും കൃത്യമായ ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിയമത്തിന് തൊട്ടിപ്പുറം കഴക്കൂട്ടത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനെ കടുത്ത പോരിൽ തറപറ്റിച്ച് മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും, കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് CPIയുടെ R രാജേന്ദ്രനെ തോൽപ്പിച്ച് BB ഗോപകുമാറും സംസ്ഥാന അധ്യക്ഷനൊപ്പമുണ്ട്. 265 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് V മുരളീധരന്റെ ജയമെങ്കിൽ 4398 അപ്രതീക്ഷിത ആധികാരിക അട്ടിമറിയിലൂടെയാണ് BB ഗോപകുമാർ നിയമസഭയിലെത്തുന്നത്. നിയമസഭയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റം ഇനി കേരളത്തിൽ പിന്നോട്ടായിരിക്കില്ല, മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന സന്ദേശമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. വോട്ട് വിഹിത കണക്കുകൾ കൂടി എത്തുന്നതോടെ BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ സാന്നിധ്യം ഇനിയും ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.